ഭരണകൂടത്തെ വിറപ്പിക്കുന്ന രാഹുൽ ചിരി ഇന്നിപ്പോൾ ഒരു ചർച്ചയാണ്. മാങ്കൂട്ടത്തെ തീർക്കാൻ പിണറായി നേരിട്ടിറങ്ങിയിരിക്കുന്നു എന്ന ചർച്ച ജനങ്ങൾക്കിടയിലുണ്ട്. അതായത് ഭരണകൂടം അയാളെ വേട്ടയാടുന്നുവെന്ന്. ഇരട്ടച്ചങ്കൻ നോക്കിയിട്ടും അവൻ മുട്ടുകുത്തുന്നില്ല. വിജയന്റെ ഓട്ടച്ചങ്ക് രാഹുൽ പിഴുതെടുത്തുവെന്നും വിജയൻ പറഞ്ഞ ആ പ്രത്യേക ജനുസ് ദേ രാഹുൽ മാങ്കൂട്ടത്തിലാണ് എന്നൊക്കെ രാഹുൽ ആർമി വെച്ച് കീച്ചുന്നത് പിണറായി ഫാൻസിനെ വെറുമങ്ങ് ഊശിയാക്കി കളയുന്നു. അങ്ങനെ തീർത്താൽ തീരാത്ത പകയാണ് സൈബർ വെട്ടുകിളി കൂട്ടത്തിന് രാഹുലിനോടുള്ളത്. അവർ കിട്ടുന്ന എന്ത് വടിയുമെടുത്ത് രാഹുലിനെ അടിക്കും, രാഹുലിന് നേരെ വീശും. പക്ഷേ വന്ന് കൊള്ളുന്നതാകട്ടെ സ്വന്തം നെഞ്ചത്തേക്കും. പുതുയുഗ യാത്രയിൽ രാഹുൽ ഇല്ലാത്തതിനെ ട്രോളുകയാണ് CPM ഇപ്പോൾ. UDF പരിപാടികളിൽ നിറസാന്നിധ്യമായിരുന്നു ഷാഫിയും രാഹുൽ മാങ്കൂട്ടവും ഒക്കെ. ഇരുവരും പാർട്ടിയിലെ യൂത്ത് വിഭാഗങ്ങളെ ആവേശം കൊള്ളിക്കുന്നവർ. രാഹുൽ ഇല്ലാത്തത് നഷ്ടം തന്നെയാണെന്ന് യൂത്ത് കോൺഗ്രസും KSUവും ഇപ്പോൾ തുറന്നടിക്കുകയാണ്. ഇതിനിടയിലാണ് രാഹുലിനെ പച്ചയ്ക്കങ്ങ് കത്തിച്ചേക്കാമെന്ന് തിട്ടൂരമിട്ട് കമ്മികളുടെ വരവ്. കോൺഗ്രസ് എന്ന അഹങ്കാരത്തിൽ മതിച്ചു പുളച്ചവനെ അതേ കോൺഗ്രസ് ചുഴറ്റി എറിഞ്ഞുവെന്ന് SFI DYFI പരിഹസിക്കുന്നത് രാഹുലിനെ തളർത്താനാണ്. എന്നാൽ തളർത്താൻ വരുന്നവരെ കൂസാതെ രാഹുൽ തലയും ഉയർത്തിപ്പിടിച്ചു നിൽക്കുന്നു. പോസ്റ്റ് നോക്ക് കമ്മികളെ, പുതുയുഗ യാത്രയ്ക്കൊപ്പം അയാളുണ്ട്, രാഹുലുണ്ട്. കണ്ടില്ലേ ജനം രാഹുൽ മാങ്കൂട്ടത്തിലെന്ന് മുറവിളി കൂട്ടുന്നത് എന്ന് രാഹുൽ ആർമിയുടെ മറുപടി. പിന്നെ എങ്ങനെയാണ് ഈ യാത്രയിൽ രാഹുൽ ഇല്ലാതിരിക്കുന്നത് എന്നാണ് അവർ കൊടുക്കുന്ന മറുപടി. പത്തിക്കടിക്കാൻ നിന്റെയൊക്കെ വിജയം നോക്കിയിട്ട് പറ്റുന്നില്ലെന്ന് മുഖ്യമന്ത്രിയെ ട്രോളിയാണ് രാഹുൽ ആർമിയുടെ ഓരോ തിരിച്ചടികളും. രാഹുലിന് ജനപിന്തുണ കൂടുകയാണ്. അതിന്റെ തെളിവാണ് രാഹുൽ പങ്കുവെക്കുന്ന പോസ്റ്റുകൾക്ക് താഴെയുള്ള കമന്റുകൾ. ചിലർ ഉപദേശിച്ചും തിരിച്ചു വരുമെന്നാവശ്യപ്പെട്ടും കോൺഗ്രസിന് നിങ്ങളെ ആവശ്യമുണ്ട് എന്നൊക്കെ പറഞ്ഞുകൊണ്ടുമാണ് കമന്റുകൾ ഇടുന്നത്. രാഹുൽ ജീവിതത്തിൽ കുറച്ച് മൊറാലിറ്റിയും സൂക്ഷ്മതയും പുലർത്തിയിരുന്നുവെങ്കിൽ ഈ ജാഥയുടെ മുന്നിൽ നിൽക്കേണ്ട ആളായിരുന്നു. ഇനിയെങ്കിലും വന്നുപോയ തെറ്റുകൾ തിരുത്തി ഒരു പൊതുപ്രവർത്തകന് വേണ്ട വിശുദ്ധി ജീവിതത്തിൽ പ്രാവർത്തികമാക്കി മുന്നോട്ട് പോകുക. പഴയതിനേക്കാൾ ആർജവത്തോടെ പാർട്ടിയിൽ തിരിച്ചു വരാൻ കഴിയട്ടെ എന്നാണ് ചിലർ ഉപദേശിച്ചുകൊണ്ട് കമന്റ് ഇടുന്നത്. നിങ്ങളുടെ ശബ്ദം അനിവാര്യമാണ്. വളരെ ശക്തിയോടെ തിരിച്ചു വരുമെന്ന് പ്രതീക്ഷിക്കുന്നു. മോനെ, ഇതിലും തിക്കും തിരക്കും ഉണ്ടാകും. മോൻ ഇറങ്ങിയാൽ എത്രയും പെട്ടെന്ന് വരണേ എന്ന് അമ്മമാരുടെ പ്രായത്തിലുള്ള ചില കമന്റുകൾ പങ്കുവയ്ക്കുന്നു. അതൊക്കെ ഗോവിന്ദന്റെ യാത്ര. നിരത്തിയ കസേരയിൽ പോലും ഇരിക്കാൻ ആളില്ലാത്തത് കൊണ്ട് അവിടെ തിക്കും തിരക്കും ഇല്ല എന്ന് കമ്മികൾക്ക് മറുപടി കൊടുത്തുകൊണ്ടുള്ള കമന്റുകൾ. നികത്താനാകാത്ത കുറവ്. രാഹുൽ എത്രയും പെട്ടെന്ന് തിരിച്ചു വരൂ. താങ്കളും ഉണ്ടാവേണ്ടതായിരുന്നു സഹോദര ആ കൂട്ടത്തിൽ. ഗോവിന്ദ യാത്രയിൽ തിക്കോ തിരക്കോ ഇല്ല. പിടിക്കാനോ വലിക്കാനോ ആളില്ല. സ്റ്റേജിലും ആളില്ല. സദസ്സിലും ഇല്ല ഒഴിഞ്ഞ കസേരകൾ. അവിടെ കുറെ ബംഗാളികൾ. ഗോവിന്ദ യാത്ര ഗോവിന്ദ. ഇപ്പോൾ ചാനലിലെ ഡിബേറ്റുകൾ കാണുമ്പോൾ എപ്പോഴും നിങ്ങളെ ഓർക്കും. നിങ്ങൾക്ക് എത്രയും പെട്ടെന്ന് തിരിച്ചു വരാൻ കഴിയട്ടെ. തൊലി വെളുത്തവളുമാരുടെ കൊഞ്ചലിൽ വീണതുകൊണ്ടല്ലേ വീഡിയോ ഇട്ട് 4 ചുമരുകൾക്കുള്ളിൽ നിൽക്കേണ്ടി വന്നത്. ഈ യാത്രയിൽ മുന്നിൽ നിൽക്കേണ്ടതായിരുന്നു. തിരിച്ചു വരും. നീയും കൂടെ ഉണ്ടായിരുന്നെങ്കിൽ എന്നാഗ്രഹിക്കുന്നു. യാത്രയിൽ പലയിടങ്ങളിലും ഈ ശബ്ദം അലയടിക്കുമായിരുന്നു. രാഹുൽ ഇല്ലാത്തതിന്റെ കുറവ് അത് വളരെ വലുതാണ്. കോൺഗ്രസിന്റെ പ്രതിരോധ നിരയിലെ കരുത്തനായ നേതാവാണ്. പാർട്ടിയുടെ നാവായിരുന്ന നേതാവാണ്. ശക്തമായ തിരിച്ചുവരവ് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നു. ഉയർത്തെഴുന്നേൽക്കണം കൂടുതൽ കരുത്തോടെ. കയ്യിലിരിപ്പ് നല്ലതായിരുന്നുവെങ്കിൽ ഇതിന്റെ ഇടയിൽ കിടന്ന് വിരകി ഇളകി നടന്നുകൂടായിരുന്നോ മോയന്തേ? ഇങ്ങനെ പോസ്റ്റ് ഇട്ട് കരയേണ്ട ഗതികേട് വരുമായിരുന്നോ? ആർജവത്തോടെ തിരിച്ചു വരൂ. ഈ വേദികളിൽ രാഹുൽ MLA വാക്കുകളും സാന്നിധ്യവും ഇല്ലാത്തത് വലിയ നഷ്ടം തന്നെയാണ്. ഇങ്ങനെ നീളുകയാണ് രാഹുലിനെ പിന്തുണയ്ക്കുന്നവരുടെ ഒക്കെ കമന്റുകൾ. ഇവന്റെ ജനപിന്തുണ കണ്ട് CPM സൈബർ കൂട്ടത്തിന് പിന്നെ എങ്ങനെ കലി ഇളകാതിരിക്കും? രാഹുലിനെ പാർട്ടിയിൽ തിരിച്ചെടുക്കണമെന്ന ആവശ്യം ഇപ്പോൾ ശക്തമാകുകയാണ്. ഷാഫി പറമ്പിൽ കേരളത്തിൽ ഇല്ലാത്തതും യൂത്ത് ഗ്രൂപ്പുകളെ ശക്തമായി മുന്നോട്ട് നയിക്കാൻ ആരുമില്ലാത്തതും ഉള്ളവർക്ക് ആർജവമില്ലാത്തതുമൊക്കെ പ്രവർത്തകർ ഉയർത്തി കാണിക്കുന്നു. 1000 പിണറായിക്ക് അര രാഹുൽ എന്നാണ് യൂത്ത് സൈബർ ഗ്രൂപ്പുകൾ പൊക്കിയടിക്കുന്നത്. രാഹുലിനെതിരെ കർക്കശമായ നിലപാട് സ്വീകരിച്ച് 1 ഇഞ്ച് അയയില്ല എന്ന് കട്ടായം നിൽക്കുന്നത് VD സതീശനാണ്. രമേശ് ചെന്നിത്തലയും കട്ടയ്ക്ക് നിൽക്കുന്നു. മാങ്കൂട്ടത്തെ എതിർത്ത് നിൽക്കുന്ന സതീശന് നേരെ സൈബർ ആക്രമണം ഇപ്പോഴും ശക്തമാണ് കോൺഗ്രസിൽ. അതായത് രാഹുലിനെ പിന്തുണയ്ക്കുന്നവരും പറഞ്ഞു വെക്കുന്നത് പ്രതിപക്ഷ നിരയിൽ നിന്ന് ശക്തമായ ഒരു ശബ്ദം ഇപ്പോൾ ഉയരുന്നില്ല. ആ ശബ്ദം രാഹുൽ ആയിരുന്നുവെന്ന് ഞങ്ങളിപ്പോൾ മനസ്സിലാക്കുന്നു. അയാളുടെ വിടവ് ഞങ്ങൾക്ക് ബോധ്യപ്പെടുന്നുണ്ട്. അയാൾ ധാർമ്മികമായി തെറ്റുകാരനാണ്, സമ്മതിക്കുന്നു. നിയമപരമായി അയാൾ തെറ്റുകാരനല്ലല്ലോ. കോടതികളും അയാളെ തെറ്റുകാരനായി പറയുന്നതുമില്ല.
അയാൾ ധാർമ്മികമായി തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ആ കളങ്കങ്ങൾ അയാൾ കഴുകിക്കളയട്ടെ. പാർട്ടി പൂർണ്ണമായും അയാളെ ചവിട്ടി പുറത്താക്കും എന്നുള്ള നിലപാടുകൾ ആത്മഹത്യാപരമാണ്. അതിനെ ഞങ്ങൾ ശക്തിയുക്തം എതിർക്കുമെന്നാണ് കോൺഗ്രസിന്റെ പ്രവർത്തകരും രാഹുലിനെ പിന്തുണയ്ക്കുന്നവരും പുറത്തുള്ളവരും ഒക്കെ ഇപ്പോൾ കോൺഗ്രസിനോട് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഇത് സതീശന് വലിയൊരു തിരിച്ചടി ഉണ്ടാക്കുന്നുണ്ട്. അതായത് സതീശന്റെ മുൻപിൽ ഷാഫി പറമ്പിലിനേക്കാൾ ഇപ്പോൾ വലിയ ഒരു മുൾമുനയായി നിൽക്കുന്നത് രാഹുൽ മാങ്കൂട്ടത്തിലാണ്. രാഹുൽ മാങ്കൂട്ടത്തിലിനെ വെട്ടിയൊതുക്കിയത് തന്നെ VD സതീശനാണ് എന്നുള്ള വലിയൊരു വിമർശനം ഇപ്പോഴുമുണ്ട്. എന്തായാലും രാഹുൽ തിരിച്ചു വരണം എന്നുള്ള ആവശ്യമാണ് എല്ലാവരും ഉയർത്തുന്നത്. പിണറായിക്ക് നേരെ വിരൽ ചൂണ്ടി 2 വർത്തമാനം പറയണമെങ്കിൽ രാഹുൽ മാങ്കൂട്ടത്തിൽ തന്നെ വേണം, അല്ലാതെ മറ്റാരെ കൊണ്ടും അതിന് കഴിയില്ല. പ്രതിപക്ഷ നേതാവ് VD സതീശൻ പോലും പിണറായിക്ക് മുൻപിൽ പലപ്പോഴും മുട്ടുകുത്തുന്നത് കാണുന്ന ഗതികേടാണ് ഉണ്ടാകുന്നത്. അത്തരത്തിലൊരു ഗതികേട് ഇല്ലാതിരിക്കണമെങ്കിൽ രാഹുൽ തിരിച്ചു വരണം. രാഹുലാണ് പിണറായി വിജയനെ എടോ വിജയ എന്ന് വിളിച്ച് വിരൽ ചൂണ്ടി സംസാരിക്കുന്നത്. അത്രത്തോളം കെൽപ്പുള്ള കരുത്തുള്ള മറ്റൊരുവൻ കോൺഗ്രസിലില്ല എന്നാണ് രാഹുലിനെ അനുകൂലിക്കുന്നവരെല്ലാവരും ഇപ്പോൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ പുതിയുഗ യാത്ര നടക്കുമ്പോഴും അവിടെ രാഹുലിന്റെ ശബ്ദമില്ലാത്തത്, ഭരണപക്ഷത്തെ അടിക്കാൻ ശക്തമായ ചാട്ടുളി പോലത്തെ വാക്കുകളില്ലാത്തത് വലിയൊരു വിടവാണെന്ന് ഓരോരുത്തരും പ്രതികരിക്കുമ്പോൾ ഇതെല്ലാം വെടിയുണ്ട പോലെ ചെന്ന് തറയ്ക്കുന്നത് VD സതീശന്റെ നെഞ്ചത്തേക്കാണ്. തന്നെയല്ല, VD സതീശനാണ് ഈ പുതിയുഗ യാത്രയുടെ ക്യാപ്റ്റൻ. പക്ഷേ ക്യാപ്റ്റൻ അത്ര അങ്ങോട്ട് പോരാ എന്നാണ് കോൺഗ്രസിലെ സതീശനെ എതിർക്കുന്ന കൂട്ടർ പറയുന്നത്. ഇത് മാത്രമല്ല, പൊതുസമൂഹത്തിൽ നിന്നും ഈ പറയുന്ന പുതിയുഗ യാത്രയിൽ VD സതീശന്റെ ഇടപെടലുകൾക്കെതിരെ വലിയ വിമർശനങ്ങളാണ് വന്നുകൊണ്ടിരിക്കുന്നത്. താനൂരിലെ പരിപാടിയിൽ പടക്കം പൊട്ടിച്ചതിൽ കലിയിളകി സതീശൻ ഇതൊന്ന് നിർത്തൂ എന്നൊക്കെ കലിയിളകിക്കൊണ്ട് പറയുന്ന ഒരു വീഡിയോ ഇപ്പോൾ പുറത്തേക്ക് വന്നിട്ടുണ്ട്. ജനങ്ങൾ, അവരുടെ പ്രവർത്തകർ, കോൺഗ്രസ്സുകാർ അവരുടെ ആവേശമാണ് അത്തരത്തിലൊക്കെ കാണിക്കുന്നത്. പക്ഷെ അതിനെ എല്ലാത്തിനെയും എതിർത്തുകൊണ്ട് പിണറായി വിജയന്റെ കാർക്കശ്യം പോലത്തെ ചില ഇടപെടലുകളാണ് VD സതീശൻ നടത്തുന്നതെന്നും ഏകാധിപതിയെ പോലെ VD സതീശൻ മാറുന്നുവെന്നും ഇത് കോൺഗ്രസിന് തിരിച്ചടി ഉണ്ടാക്കുന്ന നടപടിയാണെന്നും സതീശന്റെ നിലപാടുകളും ചെയ്തികളുമല്ല ഈ പാർട്ടിക്ക് വേണ്ടതെന്നും രാഹുലിനെ പോലെ ജനങ്ങൾക്കിടയിലേക്ക് ഇറങ്ങിച്ചെന്ന് നിൽക്കുന്ന, അവരെ ചേർത്ത് പിടിക്കുന്ന, പ്രവർത്തകരുടെ ആഘോഷങ്ങളിൽ പങ്കുചേരുന്ന ഒരാളെയാണ് ആവശ്യമെന്നാണ് ഇപ്പോൾ പലരും VD സതീശനെ കുത്തിക്കൊണ്ട് പറയുന്നത്. അതായത് VD സതീശൻ പോരാ എന്നാണ് ഇവരെല്ലാവരും വെട്ടിത്തുറന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. പുതിയുഗ യാത്ര തുടങ്ങിയപ്പോൾ മുതൽ കല്ലുകടിയായിട്ടുള്ളത് ഈ പറയുന്ന ചില പ്രവർത്തികളാണ്. VD സതീശന്റെ വേദിയിലുള്ള ചില പ്രവർത്തികൾ വല്ലാതെ പ്രവർത്തകരെ ചൊടിപ്പിക്കുന്നുണ്ട്. VD സതീശന് പകരം ചെന്നിത്തലയെ ഉയർത്തി കാണിക്കണം എന്നുള്ള ആവശ്യങ്ങളും വരുന്നുണ്ട്. അതായത് സതീശനെ ഒരു മൂലയിലേക്ക് ഒതുക്കി ചെന്നിത്തലയെ ഉയർത്തിക്കാട്ടാൻ കൃത്യമായ പണികളും നടക്കുന്നുണ്ട്. എന്തായാലും പുതിയുഗ യാത്രയിൽ രാഹുൽ മാങ്കൂട്ടത്തിൽ ഇല്ലാത്തത് വലിയൊരു നിരാശയായിട്ടാണ് പ്രവർത്തകരിൽ ഇപ്പോൾ മാറുന്നത്. യൂത്ത് കോൺഗ്രസ്സുകാരും KSUക്കാരും ഒക്കെ പാർട്ടിയോട് നിരന്തരം ആവശ്യപ്പെട്ടുകൊണ്ട് ഇരിക്കുകയാണ് രാഹുലിനെ തിരിച്ചു കൊണ്ടുവരണം എന്നുള്ളത്. എന്നാൽ അറബിക്കടൽ പോലെ കേരളം ഇളകി വന്നാലും എൻ്റെ ബോധ്യത്തിൽ നിന്നെടുത്ത തീരുമാനത്തിൽ നിന്ന് പിന്നോട്ടില്ല, നിലപാടിൽ ഉറച്ചു നിൽക്കുന്നു എന്നാണ് രാഹുൽ വിഷയത്തിൽ VD സതീശൻ പ്രതികരിച്ചിരിക്കുന്നത്. ഇതിനിടയിൽ VD സതീശനെ വലിച്ചു തോട്ടിലെറിഞ്ഞുകൊണ്ടുള്ള നിലപാടുകളാണ് രാഹുൽ വിഷയത്തിൽ യൂത്ത് കോൺഗ്രസ്സുകാരും KSUക്കാരും ഒക്കെ എടുക്കുന്നത്. ഇതുകൂടാതെ ജനങ്ങളിൽ നിന്നും വലിയ പിന്തുണ രാഹുലിന് കിട്ടുമ്പോൾ ഇതെല്ലാം CPMകാരെ മാത്രമല്ല വിറളി പിടിപ്പിക്കുന്നത്, സതീശനെയും വല്ലാതെ വിറളി പിടിപ്പിക്കുന്നുണ്ട്.